ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അറ്റോർണി ജനറൽ ഓഫ് ദി ഇന്ത്യ ആർട്ടിക്കിൾ 76 ആണ്. ഇതിൽ പറയുന്നത് അറ്റോർണി 76 പ്രകാരം അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് ഉണ്ട്. അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചീഫ് ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിനെ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും റെപ്രസെൻറ്റ് ചെയ്തും അറ്റോർണി ജനറലാണ്. ഇനി അപ്പോയിൻമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസിഡൻ്റാണ് അറ്റോർണി ജനറലിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രസിഡൻറ്റ് പ്ലഷർ വരെ ഓഫീസിലിരിക്കും. പ്രസിഡൻറ്റിന് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാം. റിമൂവലിന് കോൺസ്റ്റിറ്റ്യൂഷനിലൊരു ഫിക്സഡ് റീസൺ ഇല്ല. ഇനി ടെന്നർ ആൻഡ് റിസൈനേഷൻ, ഏജിക്ക് അറ്റോർണി ജനറലിന് ഫിക്സഡ് ടേമില്ല. പ്രസിഡൻറ്റിന് റിസൈനേഷൻ സബ്മിറ്റ് ചെയ്ത് ഓഫീസിൽ വിടാം, അങ്ങനെയാണ് പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോർണി ജനറൽ ആവാൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സുപ്രീം കോടതി ജഡ്ജ് ആവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിന് 5 years ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കുക, അല്ലെങ്കിൽ 10 years ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് പ്രാക്ടീസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ എമിനൻറ്റ് ജൂറിസ്റ്റ് ആയിരിക്കണം. പിന്നെ അടുത്തതാണ് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. അറ്റോർണി ജനറൽ ഡ്യൂട്ടീസ്: ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ലീഗൽ അഡ്വൈസ് നൽകുക, ഗവൺമെൻറ്റിൻ്റെ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും റെപ്രസെൻറ്റ് ചെയ്യുക, പ്രസിഡൻറ്റ് അസൈൻ ചെയ്യുന്ന ലീഗൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക. അതിൻ്റെ പവേഴ്സാണ്: അറ്റോർണി ജനറലിന് പാർലമെൻറ്റിൻ്റെ 2 ഹൗസിലും സംസാരിക്കാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവകാശമുണ്ട്. കമ്മിറ്റി മീറ്റിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നോമിനേറ്റ് ചെയ്ത ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്യാൻ അവകാശമില്ല. ഇനി പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റോർണി ജനറലിന് മെമ്പർ ഓഫ് പാർലമെൻറ്റിനെ പോലെ പ്രിവിലേജസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റീസ് ലഭിക്കും. പക്ഷേ അറ്റോർണി ജനറൽ ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ല. ഇനി അതർ ലോ ഓഫീസേഴ്സ്: സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് സഹായിക്കുന്നു. ഈ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സിൽ പറയുന്നത് ഫസ്റ്റ് അറ്റോർണി ജനറൽ MC സെറ്റൽവാഡ് ആണ്. 16th അറ്റോർണി ജനറൽ R വെങ്കാധര മണിയാണ്. പിന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്, അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ഹയസ്റ്റ് ലോ ഓഫീസറാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചീഫ് ലീഗൽ അഡ്വൈസറായി പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂഷനും ലീഗലുമായി പ്രവർത്തിക്കുന്നത് എൻഷുർ ചെയ്യുന്നതിൽ അറ്റോർണി ജനറൽ വളരെ ഇമ്പോർട്ടൻസ് റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.